Hi everyone, this is Bin Say from Evika. ഇന്നത്തെ ആപ്പിൾ ന്യൂസ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് എന്തായാലും നമ്മുടെ ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ആ ഫാസ്റ്റ് അങ്ങ് കൂട്ടുക. നമുക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഈ ഒരു കൊല്ലം തന്നെ നമുക്ക് അച്ചീവ് ചെയ്യണം. ഈ ഒരു കൊല്ലം തീരുന്നുള്ളിൽ തന്നെ നമുക്കൊരു 10K സബ്സ്ക്രൈബേഴ്സ് എങ്കിലും അച്ചീവ് ചെയ്യണം. സോ നിങ്ങൾ എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ഏറ്റവും ആദ്യത്തെ ന്യൂസ് പറഞ്ഞാൽ നമുക്ക് അപ്ഡേഷൻ ന്യൂസ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. iOS 17.6.1 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് വാച്ചിന് മാത്രം പുതിയ അപ്ഡേഷൻ വന്നിട്ടില്ല, മാക്കിനും ബാക്കി എല്ലാത്തിനും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാക്ബുക്ക് എയർ കറൻ്റ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാക്ബുക്ക് എയറിനും M1 ഒക്കെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ബഗുകൾ മാത്രമാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ iOS 17.6.1 ഒരു മേജർ ബഗ് ഫിക്സ് ആണ് ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും കാണുക, ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ iOS 18 ബീറ്റ പുതിയ പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ ബീറ്റ 5 ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ബീറ്റ യൂസേഴ്സിനും വാച്ചിനും മാക്കിനും ഐഫോണും എല്ലാത്തിനും പുതിയ ബീറ്റയും വന്നിട്ടുണ്ട്. ഒരു 8.1 ബീറ്റ 2 ഒന്നും വന്നിട്ടില്ല. ആ ഒരു ബീറ്റയുടെ കാര്യം പറയുമ്പോൾ തന്നെയാണ് അടുത്തൊരു ന്യൂസ് വരുന്നത്. ഈ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസിന് വേണ്ടിയാണ് എല്ലാ ആപ്പിൾ കൂട്ടുകാരും ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ. പക്ഷേ ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വരുമെന്ന് നമുക്കൊരു റൂമർ കേട്ടു. ഇപ്പോൾ അതൊന്നും കൂടെ കൺഫേം ചെയ്യാനായിട്ട് $20 പെർ മന്ത് എന്ന് പറയുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഓൺ ഡിവൈസ് അല്ല, ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള AI സർവീസിന് അല്ലെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് സർവീസിന് വേണ്ടിയായിരിക്കും ഈ പറയുന്ന $20 ആപ്പിൾ ചോദിക്കുന്നത്. നമുക്കല്ല, ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള ആപ്പിൾ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ബാക്കി കാര്യങ്ങളും കിട്ടാൻ പോകുന്നതും ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ പ്ലാനിലായിരിക്കും. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഈ ഒരു കൊല്ലം 3rd ക്വാർട്ടറിൻ്റെ ആപ്പിളിൻ്റെ റവന്യൂ ആപ്പിള് പുറത്തേക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ അതിലേറ്റവും കൂടുതൽ കാശ് $85.5 ബില്യൺ ആപ്പിളിന് ഏറ്റവും കൂടുതൽ വരവ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം വന്നിരിക്കുന്നത് സർവീസ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. സെയിൽസിനെക്കാട്ടും കൂടുതലും സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ മ്യൂസിക്, iCloud, ആപ്പിൾ TV, പിന്നെ ഇങ്ങനെ കുറേ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ സർവീസിനാണ് ആപ്പിളിന് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ കുറവാണെങ്കിൽ പോലും ബാക്കി എല്ലാ കൺട്രിയും ഇപ്പോൾ ഈ എന്താ പറയുക, കാനഡ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, UK ചെറിയ പോളിസി നോംസ് ഉണ്ട്, എന്നാലും സ്പെയിനും അങ്ങനെ കുറേയധികം രാജ്യങ്ങളിൽ ഈ ആപ്പിൾ ഇൻ്റലിജൻസ് വാങ്ങിക്കും ആൾക്കാർ അത് യൂസ് ചെയ്യാൻ വേണ്ടി. സോ അവർക്ക് ഈ പറഞ്ഞ ക്ലൗഡ് ബേസ്ഡ് സർവീസ് നല്ല റവന്യൂ കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്ക് ഈ പറഞ്ഞ റവന്യൂയുടെ കാര്യം വന്നപ്പോഴാണ് 2nd ജനറേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ M4 പുതിയ iPad വന്നത്. ആ M4 ചിപ്പ് വെച്ചിരിക്കുന്ന വേറെ ഒരു ഡിവൈസും ആപ്പിൾ റിലീസ് ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു കൊല്ലം നമുക്ക് ഈ പറയുന്ന M4 ചിപ്പ് സെറ്റ് വെച്ചിട്ടുള്ള മാക്ബുക്കുകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി മാക്ബുക്ക് പ്രോസ് ആയിരിക്കും നമുക്ക് കാണാൻ പോകുന്നത്. അതേപോലെ iMacഉം നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു iMacൽ വരുമ്പോൾ മാക് മിനി എന്നുള്ള സെഗ്മെൻറ്റിലും M4 വെച്ച് ആപ്പിൾ റിലീസ് ചെയ്യും. പക്ഷേ അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നിയത്, മാക് മിനിക്ക് ഒരു സൈസില്ലേ, അതായത് ഫോർ എക്സാമ്പിൾ ഹൈപ്പോത്തറ്റിക്കലി ജസ്റ്റ് ഇമാജിൻ ചെയ്യും, ഈ പറഞ്ഞ മാക് മിനിക്ക് ഈ ഒരു ഇത്രയും സൈസ് ഉണ്ടെന്നായിരിക്കും, ഈ ഒരു സൈസ്, ഈ ഒരു ഫോം ഫാക്ടർ. പക്ഷേ ആപ്പിൾ TV പറഞ്ഞിട്ടുണ്ടോ ഇത്രയും ചെറുതായിട്ട്? ഈ ഒരു സൈസിലുള്ള ആപ്പിൾ TVക്ക് ഈ ഒരു സൈസിലേക്ക് ആപ്പിളിൻ്റെ ഈ പറഞ്ഞ മാക് മിനി M4 വെച്ച് കൊണ്ടുവരുമെന്നാണ് നമുക്ക് കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, അത്രയും ചെറിയ ഡിവൈസ് ഹാർഡ് കോറായ എല്ലാ ഫങ്ഷണാലിറ്റീസും ചെയ്യും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, മാക് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ടിവിറ്റി ഡിവൈസാണ്, ഒരു ഗെയിമിംഗ് ഡിവൈസ് അല്ല. ഓഫ് കോഴ്സ് അത്രയും വലിയ പെർഫോമൻസും GPUം CPU ഒക്കെ ഉണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് എ ഗെയിമിംഗ് ഡിവൈസ്. ബട്ട് ആ ഒരു പ്രൊഡക്റ്റീവ് ഡിവൈസ് ആ ഒരു ചെറിയ ഫോം ഫാക്ടറിലേക്ക് വരുമ്പോൾ എന്തൊരു മാറ്റങ്ങളുണ്ടാവും, എന്തൊരു സ്റ്റോറേജ്. അത് നമ്മൾ ഈ ഡെസ്കിലൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ഈസ്തറ്റിക്കലി ഭംഗി കൂടും. അതേപോലെ ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ആ ഒരു സൈസിലേക്ക് വരുമ്പോൾ
പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ പറഞ്ഞ സൈസ് കുറക്കാന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സാധനം കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ചെറിയ പെട്ടി പോലെ ആക്കാന്നല്ല. അതിൽ ചൂടാവരുത്. അതേപോലെ ചൂടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹെവി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ കാറ്റ് പോകണം. കാരണം ആപ്പിൾ മിനിയിൽ, ഈ പറഞ്ഞ മാക് മിനിയിൽ ഫാനുണ്ട്. സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് വെച്ച് ആ ഒരു ചെറിയ സൈസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും നല്ല പണിയുണ്ട്. അങ്ങനെ വരികയാണെങ്കിലും എന്തായാലും M4 മാക് മിനി നല്ല രീതിക്ക് വിറ്റഴിയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു ചെറിയ സ്ഥലം കൊണ്ട് തന്നെ നമുക്ക് വലിയ വലിയ കമ്പ്യൂട്ടേഴ്സ് റൺ ചെയ്യാം. എല്ലാവരും വലിയ വലിയ യൂസേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ ഓഫീസ് യൂസേഴ്സ് ഇപ്പോൾ എല്ലാം മാക് M1 M2 ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് M4 ജമ്പ് ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും ഈ പറഞ്ഞ മാക് മിനിയിലേക്കും. അതേപോലെ ഡിജിറ്റൽ ആപ്പിൾ ഡ്രൈവിംഗ് ലൈസൻസ് യൂസ് ചെയ്യുന്ന കുറച്ച് പേര്, അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു രാജ്യത്തേക്കും ഇല്ലല്ലോ ഈ കാര്യം. ഈ പറഞ്ഞ ഡിജിറ്റൽ ആപ്പിൾ ID യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ കാലിഫോർണിയയിലും ഈ പറഞ്ഞ ആപ്പിളിൻ്റെ ഡിജിറ്റൽ ലൈസൻസ് അവൈലബിൾ ആവുന്നുണ്ട്. സോ അവിടെയുള്ള കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ഇൻഫർമേഷൻ ചിലപ്പോൾ അവരറിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മളറിഞ്ഞു. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ ഒരു ഇൻഫർമേഷൻസ് അവരും അറിയും. അതേപോലെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു ഡെക്കേഡ്, അതായത് 10 കൊല്ലമായി ടിം കുക്ക് ഈ പറഞ്ഞ അമരക്കാരനായിട്ട് ആപ്പിളിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മിക്കവാറും 3 കൊല്ലത്തിന് ശേഷം ടിം കുക്ക് മാറി വേറൊരു CEO വരും. ജോൺ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോൾ ഹാർഡ്വെയറിലൊക്കെയുള്ള ആ ഒരു എൻജിനീയർ ആയിരിക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ചിലപ്പോൾ ഗ്രേക്ക് ആയിരിക്കാം, ആരും ആവാം. പക്ഷേ ഈ പറയുന്ന ടിം കുക്ക് എന്ന വ്യക്തി ആപ്പിളിൽ കൊണ്ടുവന്ന എന്താ പറയുക ചേഞ്ചസ് കുറേ അധികമാണ്. കാരണം നമ്മൾ ഒരു ആപ്പിൾ എന്തൂസിയാസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയല്ല, കുറേയധികം കാര്യങ്ങൾ സ്ലോ ആണ്, അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പുള്ളിക്കാരൻ കൊണ്ടുവരുന്ന കാര്യങ്ങൾ അത്യാവശ്യം ഡിഫൈൻഡ് ആയിട്ടും അതേപോലെ എന്താ പറയുക കുറച്ച് വില അല്ലെങ്കിൽ കുറച്ച് ഡിമാൻഡിങ് ആയ പോലെ തന്നെയാണ് ടിം കുക്ക് ഇപ്പോൾ ആപ്പിളിനോട് കൊണ്ടുവരുന്നത്. സ്റ്റീവ് ജോബ്സ് അങ്ങനെ ആയിരുന്നില്ല. സ്റ്റീവ് ജോബ്സ് ഏറ്റവും ആദ്യം മാർക്കറ്റിൽ ഒരു സാധനം ആപ്പിളിൻ്റെ ബിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നാണെങ്കിൽ സ്റ്റീവ് ജോബ്സ് അങ്ങനെയല്ല, നമ്മൾ ലേറ്റായി കൊണ്ടുവന്നാലും നന്നായി കൊണ്ടുവരണം എന്നാണ് സ്റ്റീവ് ജോബ്സിൻ്റെ മോട്ടോ. ഇപ്പം ഞാനും എൻ്റെ അച്ഛനും സ്വന്തം അച്ഛനും മോനായിരിക്കും. പക്ഷേ എൻ്റെ പപ്പ തിങ്ക് ചെയ്യുന്നതിലായിരിക്കും ഞാൻ തിങ്ക് ചെയ്യുന്നത്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പപ്പക്ക് അങ്ങനെ ആയിരിക്കും, ഞാനിങ്ങനെ ആയിരിക്കും. കാരണം ഡിഫറെൻ്റ് ആണ്, ഓരോ ആൾക്കാരും വ്യത്യസ്തമാണ്. അതേപോലെ ഇപ്പോൾ ടിം കുക്ക് അല്ല സ്റ്റീവ് ജോബ്സ്, ഒരിക്കലും അവരെ രണ്ടുപേരും വെച്ച് കമ്പയർ ചെയ്യരുത്. ഓരോ ആൾക്കാർക്ക് ഓരോ വിഷൻസ് ഉണ്ടാകും, അതനുസരിച്ചായിരിക്കും അവരവരുടെ ഗോൾസും ബാക്കി കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ആപ്പിൾ വാച്ചിൻ്റെ ഒരു SE നമുക്ക് ഈ കൊല്ലം വരും. പക്ഷേ ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് SEയിൽ നമുക്കൊരു പ്ലാസ്റ്റിക് ബോഡി ആയിരിക്കും വരാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും മേജർ ആപ്പിൾ നോക്കുന്ന കാര്യം കോസ്റ്റ് കട്ടിങ് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ കിട്ടിയ റെൻഡേഴ്സ് അനുസരിച്ച് ആപ്പിൾ വാച്ച് SEയിൽ പല ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്, ഗ്രീൻ, ബ്ലൂ അങ്ങനെയൊക്കെ. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം സ്ട്രൈക്ക് ചെയ്ത് iPhone SE എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. iPhone SE അല്ല, iPhone 5C. ഈ പറഞ്ഞ മോഡലാണ് ആപ്പിളിൻ്റെ ഈ പറഞ്ഞ ഹിസ്റ്ററിയിൽ ഏറ്റവും ആദ്യം അവസാനമായിട്ട് പ്ലാസ്റ്റിക് ബോഡി വന്നത്. ഇത് iPhone 6 ആണ്. ഇത് ഒരു സ്റ്റീൽ ബോഡിയിലാണ് ഈ ഡിവൈസ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ iPhone 5C എന്ന് പറയുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, നല്ല വിവിഡ് ഗ്രീനാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ പ്ലാസ്റ്റിക് ബോഡിയിൽ വിവിഡ് ഗ്രീനും അതേപോലെ കോൺട്രാസ്റ്റിനായ ബ്ലൂ ഒക്കെ കൊടുത്തായിരിക്കും ആപ്പിൾ വാച്ച് SE 3rd ജനറേഷൻ റിലീസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല കളറാണ്. ഇപ്പോൾ ഫോം ഫാക്ടർ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റിക്കൊന്നും വലിയ ഡിഫറൻസ് ഒന്നുമില്ല, പക്ഷേ പ്ലാസ്റ്റിക് ബോഡിയാണ്. ആപ്പിൾ ഹിസ്റ്ററിയിൽ ഏറ്റവും ആദ്യവും അവസാനമായിട്ട് ഇറക്കിയ പ്ലാസ്റ്റിക് ബോഡി ഈ പറയുന്ന iPhone SE ആണ്. വേറെ ഒരു ഡിവൈസും ഈ പറഞ്ഞ പ്ലാസ്റ്റിക് ബോഡിയിൽ ആപ്പിൾ റിലീസ് ചെയ്യാറില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്ന ഉദ്ദേശിച്ച കാര്യങ്ങൾ. എന്തായാലും എല്ലാ കാര്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങൾ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പ് കൊടുത്തുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ആൻഡ് ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് അപ്ഡേഷൻസ് വേണമെങ്കിൽ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. തൊട്ട് താഴത്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. This is Ebin Xavier signing from Evica and have a nice day.